ഈ സ്നേഹം തിരിച്ചറിയാൻ എനിക്ക് കഴിയാതെ പോയല്ലോ. ഞാനൊരു വിഡ്ഢിയായി പോയി. എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? അതിന് മാത്രം ഒന്നും ഉണ്ടായില്ല. എന്തിനാ ഞാൻ രവിയോട് പിണങ്ങി എന്റെ ജീവിതം പാഴാക്കിയത്? പ്രിയ, അതൊക്കെ മറന്നേക്കോ. കഴിയുന്നില്ല രവി. ഇപ്പൊ നമ്മൾ 3 പേര് ഒന്നിച്ചായില്ലേ, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ഉണ്ടാവും. നോക്ക് പ്രിയ, ഇനി എത്രയോ കാലം നമ്മുടെ മുന്നിലുണ്ട്. കൈമോശം വന്ന നമ്മുടെ സന്തോഷം തിരിച്ചു പിടിക്കാൻ നമുക്ക് ആ കാലം ധാരാളം മതി. ഞാനുണ്ടാവും കൂടെ. ആ ഉറപ്പ് പോരെ തനിക്ക്? കുറച്ചു നേരം കിടക്ക്, എനിക്ക് ചില ഫയലൊക്കെ നോക്കാനുണ്ട്. രാവിലെ പോയതല്ലേ? വീട്ടിലിരുന്നാ മതിയോ? വന്നിട്ട് കുറെ നാളായില്ലേ, എന്തെങ്കിലും പണി നോക്കണ്ടേ? ജോലി അന്വേഷിച്ചു പോയതാണോ? മാസശമ്പളത്തിൽ ജോലി ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. കിട്ടുന്ന ശമ്പളം വാങ്ങി നമ്മുടെ ജീവിതം വേസ്റ്റ് ആവും. ബിസിനസ്സിലാണ് എൻ്റെ നോട്ടം. ചില ഐഡിയാസ് ഒക്കെ ഉണ്ട്, അതിന് പറ്റിയൊരു പ്ലേസ് കിട്ടണം. അതിനാ പ്രയാസം. ലോകത്തെങ്ങും ഇല്ലാത്ത റെന്റാ ഇവിടേക്ക് ചോദിക്കുന്നത്. അപ്പൊ തൊഴിലാളിയാവാനല്ല, മുതലാളിയാവാനാ വിഷ്ണുവിന് ഇഷ്ടം. വെറുതെ ഒരാൾക്ക് മുതലാളിയാവാൻ പറ്റുമോ അശ്വതി ചേച്ചി? അതിനുള്ള കാലിബർ വേണം. അത്തരം മനസ്സുള്ളവർക്ക് തൊഴിലാളിയാവാനും പറ്റില്ല. ഒരു സ്ഥാപനം തുടങ്ങിയ വിഷ്ണു എനിക്കൊരു ജോലി തരുമോ? തമാശയല്ലല്ലോ? അല്ല. അപ്പോ അടുക്കളപ്പണി മടുത്തല്ലേ? അശ്വതി ചേച്ചി ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഡിഗ്രി പാസ്സായി. തമാശ പറഞ്ഞാണോ? അല്ല മോനെ, സത്യ പറഞ്ഞേ. ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സിലാണ് ഞാൻ പാസ്സായത്. എക്കണോമിക്സ് സബ്ജക്ട്. എന്റെ ദൈവമേ, എന്നിട്ടാണോ അടുക്കളപ്പണി ചെയ്യുന്നത്? ജീവിക്കണ്ടേ മോനെ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത എന്തെല്ലാം നമ്മുടെ കൺമുമ്പിലുണ്ട് വിഷ്ണു. തീർച്ചയായിട്ടും അശ്വതി ചേച്ചിക്ക് നല്ലൊരു ജോലി ഞാൻ തരും. വിളിച്ചാ വരണമെന്ന് മാത്രം. വിഷ്ണു വിളിച്ചാൽ ഞാൻ വരും. എന്താടി നിനക്കൂടെ കാര്യം? നിന്ന് ചക്രം വെക്കാതെ കാര്യം പോടിയാത്. മുത്തശ്ശി എന്തിനാ കാര്യമില്ലാതെ അശ്വതി ചേച്ചിയോട് ചൂടാവുന്നേ? അടുക്കളക്കാരിയുടെ സ്ഥാനം അടുക്കളയില്. എനിക്ക് വെള്ളം തരാനാ ചേച്ചി പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ ഇവിടെ നിക്കണം? നിന്നോട് പോകാനല്ലോടി പറഞ്ഞത്? ശമ്പളം കൊടുക്കുന്നെന്ന് കരുതി ഇതൊക്കെ ക്രൂരതേ. നീ വിളിച്ചാൽ എവിടെ വരുമെന്നാ അവള് പറഞ്ഞത്? ഓ, അതാണോ മുത്തശ്ശി ചൂടാവാനുള്ള കാരണം? ഞാനൊരു ബിസിനസ് തുടങ്ങുന്ന കാര്യം പറയായിരുന്നു. അവിടെ ഒരു ജോലി തന്നാ അശ്വതി ചേച്ചി വരുമോന്നാ ചോദിച്ചത്. ജോലി കൊടുക്കാൻ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ഇവിടുത്തെ വേലക്കാരി തന്നെ വേണോ? അശ്വതി ചേച്ചി ഡിഗ്രി പാസ്സായതാ മുത്തശ്ശി. അതാണോ വലിയ കാര്യം? ഇന്നത്തെ കാലത്ത് ഡിഗ്രി ഇല്ലാത്ത ഏത് പെണ്ണാടാ ഉള്ളത്? ആ, നീ ചെന്ന് ഡ്രസ് മാറിയിട്ട് വാ. ഇനി ഇവളവിടെ നിർത്തുന്നത് ആപത്ത. ഒന്നുകിൽ അവനല്ല, അല്ലെങ്കിൽ ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. സുഗുണനും വിദ്യ ഒന്നിങ്ങോട്ട് വരട്ടെ. അശ്വതിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകണം.
ചെറിയച്ഛന്റെ ഭാര്യയാണ് അശ്വതി ചേച്ചി. അപ്പൊ വിദ്യ ചെറിയമ്മ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ചെറിയച്ഛന്റെ ശരിക്കുള്ള ഭാര്യ നിങ്ങളിൽ ആരാ? ഞാൻ ഇത്രയും നാള് ചേച്ചിന്ന് വിളിച്ചത് എന്റെ ചെറിയമ്മയായിരുന്നു. എന്താ ചെറിയമ്മ ഇവിടെ നടക്കുന്നത്? എന്നോടൊന്നും ചോദിക്കരുത്. ആദ്യം ചെറിയച്ഛൻ താലി കെട്ടിയത് ചെറിയമ്മയായിരുന്നല്ലേ? ചെറിയച്ഛൻ വീണ്ടും എന്തിനൊരു കല്യാണം കഴിച്ചു. അത് ചെറിയമ്മ പറഞ്ഞു തീരൂ. അതിനുള്ള ഉത്തരം ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞില്ലേ? 5 ലക്ഷം രൂപ 25 പവനും ആ സ്ത്രീധന ബാക്കി കിട്ടാത്ത ചെറിയമ്മയുടെ ഭർത്താവ് എന്റെ ചെറിയച്ഛനാണല്ലേ? ലജ്ജ തോന്നുന്നു. ഈ രാജ്യത്ത് നിയമം കോടതിയൊന്നുമില്ലേ? വിഷ്ണു, നീ ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ഇവിടെ കഴിഞ്ഞോട്ടെ മോനെ. നാണമില്ല ചെറിയമ്മ നിങ്ങൾക്കത് പറയാൻ? ഡിഗ്രി കഴിഞ്ഞ സ്ത്രീയല്ലേ നിങ്ങൾ? ദാസിപ്പണി ചെയ്ത് ജന്മം തീർക്കുന്നു. വിഷ്ണു, ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത്. എന്റെ അപേക്ഷയാ. ഇല്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. പോരെ? മതി മോനെ. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? അയാളെ തൊപ്പി തെറിപ്പിക്കും. ഇനി അയാളെ തൊപ്പി വെച്ച് വലസില്ല. ഇല്ലാത്ത പിള്ളേരാ മരിച്ചു പോകുന്നത്. ഇവിടെ ഒരുത്തിയ കാലന് പോലും വേണ്ട. ആശുപത്രിയിലെന്നും പറഞ്ഞു പോയ രണ്ടിനെയും കാണാനില്ലല്ലോ. ഊരുറ്റാൻ പോയി കാണും. ചെറിയമ്മ എവിടെ പോയി മുത്തശ്ശി? ചെക്കപ്പിനെന്നും പറഞ്ഞു പോയതാ രണ്ടും. വല്ല ഹോട്ടലിലും കയറി നല്ല ഭക്ഷണം കഴിക്കാനോ പോയെന്ന് എനിക്കറിഞ്ഞൂടെ? എന്താ മോനെ? മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അശ്വതി ചേച്ചിയോട് ഞാൻ മിണ്ടുന്നത് മുത്തശ്ശിക്ക് ഇഷ്ടമല്ലേ? അല്ല, നീ എന്തിനാ അവളോട് മിണ്ടുന്നത്? കെട്ടുപ്രായം തികഞ്ഞ ചെറുക്കനാ നീ. അവളൊരു വേലക്കാരി. എന്തെങ്കിലും ചീത്തപ്പേരുണ്ടായ അതിന്റെ കേടാർക്കാ? നിനക്ക് തന്നെ. നീ ഇനി അവളോട് മിണ്ടാനും പറയാനും ഒന്നും പോണ്ട. മുത്തശ്ശി പേടിക്കുന്നത് അതുകൊണ്ടൊന്നുമല്ല. പിന്നെന്താ? എന്റെ പേരെന്താ മുത്തശ്ശി? അയ്യോ, അത് നിനക്കറിയില്ലേടാ? അല്ല, നീ പറഞ്ഞ അറിവേ ഞങ്ങൾക്കും ഉള്ളു. വിഷ്ണു. വിഷ്ണു എന്നാൽ എല്ലാം അറിയുന്നവൻ എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട്. മുത്തശ്ശിക്ക് അത് അറിയോ? നീ എന്താടാ പറഞ്ഞു വരുന്നത്? എല്ലാം എനിക്കറിയാം മുത്തശ്ശി. ചെറിയച്ഛന്റെ ആദ്യ ഭാര്യയല്ലേ അശ്വതി ചെറിയമ്മ? നിന്നോടവളത് പറഞ്ഞോ? മരിച്ചാലും ആ പാവം പറയൂ. ഒരു വീട്ടുവേലക്കാരിയായി അവരെ അടിച്ചമർത്തി വെച്ചിരിക്കുകയല്ലേ നിങ്ങൾ? അകത്തു നിന്നൊരു ആൽബം എനിക്ക് കിട്ടി. ചെറിയച്ഛന്റെയും അശ്വതി ചെറിയമ്മയുടെയും വിവാഹ ആൽബം. ഒന്ന് കെട്ടിയിട്ട് വീണ്ടും കെട്ടാൻ ചെറിയച്ഛൻ എങ്ങനെ ധൈര്യം വന്നു? എടാ മോനെ, അതിനൊരു കാരണമുണ്ട്. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. ഒരു കുഞ്ഞിനെ കാണാനുള്ള മോഹം കൊണ്ടാ എന്റെ അനിയന്റെ വീട്ടിൽ നിന്ന പെണ്ണിനെ അവൻ വിളിച്ചോണ്ട് വന്നത്. അത് നീ കരുതും പോലെ ഒരു രണ്ടാം കെട്ടല്ല. കുഞ്ഞുങ്ങളില്ലാത്ത ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഒരു അനന്തരാവകാശം ഇല്ലെങ്കിൽ പിന്നെ എന്തൊരു ജീവിതമാടാ മോനെ? ആ അശ്വതിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാ സുഗുണനത് ചെയ്തത്. എങ്കിൽ കുഴപ്പമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവരം നിനക്കുണ്ടെന്ന് എനിക്കറിയാം. നീ അറിഞ്ഞ വിവരം അശ്വതിയോട് പറയരുത്. ഞാനത് പറയൂ. പിന്നെ സുഗുണനും വിദ്യ അറിയാനും പാടില്ല. ഇല്ല. അവൻ അറിഞ്ഞാ പിന്നെ നിന്നെ ഇവിടെ നിർത്താൻ സമ്മതിക്കില്ല. എനിക്കതറിയില്ലേ മുത്തശ്ശി? ആരുമില്ലാത്തവനല്ല ഞാൻ. നിങ്ങൾ
കാര്യങ്ങളൊക്കെ കൈയൊഴിഞ്ഞ ഞാൻ എങ്ങോട്ട് പോകും? നീ എന്നും എന്റെ കൂടെ ഉണ്ടാകണമെന്നാ എന്റെ ആഗ്രഹം. കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകരുത്. ഇല്ല മുത്തശ്ശി. നീ നല്ലവനാ, അതല്ലേ എന്നെ കാണാൻ വന്നത്. എത്ര കാലം അശ്വചെറിയമ്മ ഇവിടെ പിടിച്ചിരുത്താൻ പറ്റും? എടാ, അതിനല്ലേ വിദ്യയുടെ പറമ്പിൽ സുഗുണം വീട് വയ്ക്കാൻ പോകുന്നത്. അങ്ങോട്ട് മാറി അശ്വതിക്ക് കൂടെ വരാൻ പറ്റുമോ? ഉഗ്രൻ ബുദ്ധിയാ. സുഗുണൻ ആരാ മോൻ? അശ്വതി അവളുടെ വീട്ടിൽ പോവും. ഇപ്പൊ കാര്യം പിടികിട്ടി. നിനക്കൊരു പെണ്ണിനെ നോക്കണം. സുഗുണനോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് തുടങ്ങിയിട്ട് മതി മുത്തശ്ശി. ആ, അതും ശരിയാ. 100 പവനും 50 ലക്ഷം രൂപയും ഒരു കാർ നിനക്ക് ഞാൻ വാങ്ങിച്ചു തരും. സ്ത്രീധനം വാങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ മുത്തശ്ശി ആഗ്രഹിച്ചാൽ വേണ്ടെന്ന് ഞാൻ പറയില്ല. നീ എന്റെ സുന്ദരന്റെ മോനല്ലയോടാ. നിന്നെ തള്ളിക്കളയാൻ എനിക്ക് പറ്റുമോ? നമ്പാട്ടമ്മേ. ആ ഉദയ, നീ പ്രതാപനെ പിന്നീട് കണ്ടോ? കണ്ടു. സംസാരിക്കാനൊന്നും പറ്റിയില്ല. ബാലരാമൻ ചില സംശയങ്ങളൊക്കെ പറഞ്ഞു. എന്താ നമ്പാട്ടമ്മേ? നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയാൻ കാരണം ഈ വീട്ടിലുള്ള ആരോ ഒത്തുകളിച്ചുകൊണ്ടാണ്. അവൻ സംശയിക്കുന്ന ആരെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പ്രതാപേട്ടനാണോ? അതെ, പേരെടുത്തവൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പ്രതാപൻ അറിയാതെ ഉപേന്ദ്രൻ എല്ലാം ചെയ്തത്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി നമ്പാട്ടമ്മേ. പ്രതാപേട്ടൻ എല്ലാം അറിഞ്ഞെന്ന ധാരണയിൽ സുധിയും അഞ്ജലിയും റിസോർട്ടിൽ പോയ കാര്യം ഞാൻ പറഞ്ഞുപോയി. പക്ഷെ അതിനു മുമ്പ് തന്നെ അവൻ കാര്യങ്ങളൊക്കെ മണത്തറിഞ്ഞു. പ്രതാപേട്ടൻ ചതിക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. എനിക്കും അതില്ല. നിന്നോട് അവനെല്ലാം സംസാരിക്കുന്നതല്ലേ. നീ സന്ദർഭം നോക്കി അവനെ ഒന്ന് കാണണം. അവന്റെ മനസ്സിലുള്ളത് പിടിച്ചെടുക്കണം. അത് ഞാൻ ഏറ്റു നമ്പാട്ടമ്മേ. പ്രതാപേട്ടന്റെ വില ഇപ്പൊ ഇന്ദ്രേട്ടന് മനസ്സിലായി. നീ ഉദ്ദേശിച്ചെന്താണെന്ന് മനസ്സിലായില്ല. പ്രതാപേട്ടനെ ഒളിച്ചു വെച്ചായിരുന്നല്ലോ ഇന്ദ്രേട്ടനും ബാലമാമയും ചേർന്ന് അഞ്ജലിയെ വകവരുത്താൻ നോക്കിയത്. എന്തൊക്കെയായിരുന്നു അതിന്റെ സെറ്റപ്പ്? ഗോവയെന്നൊരു തന്നെ വലിയ എമൗണ്ട് കൊടുത്ത് വരുത്തുക, അഞ്ജലിയെ ആരുമില്ലാത്ത ബീച്ചിലെത്തിക്കുക. ഒടുവിൽ എന്തായി? തോറ്റ് തുന്നം പാടിയില്ലേ? എന്തിനാടാ ഈ വണ്ടിയിൽ ഒരു സ്റ്റെപ്പിന് കൂടി വെച്ചിരിക്കുന്നത്? നീ ഒരു നല്ല ഡ്രൈവറല്ലേ? ഒരു ടയർ പൊട്ടിയാൽ പേടിക്കാതിരിക്കാൻ ഇവിടുത്തെ മിടുക്കന്മാർക്ക് അങ്ങനെ വല്ല ബോധമുണ്ടോടാ? എവിടെ നിന്നോ വന്നൊരുത്തനെ പറഞ്ഞു വിട്ടിട്ട് വീട്ടിനുള്ളിൽ പുതച്ചേർന്ന് ഉറങ്ങിയില്ലേ ബുദ്ധിമാന്മാര്? നമ്പാടന്മാർക്ക് മുഴുവനും നാണക്കേടായില്ലേ? എന്തായിരിക്കും അവിടെ ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ആർക്കറിയാം? ഒന്നെനിക്കറിയാം, ആ പെണ്ണിന് ആയുസുണ്ട്. ദൈവം അവളെ വെറുതെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചൊന്നുമല്ല. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടെന്ന് കരുതിയിട്ടുണ്ടാകും. പ്രതാപേട്ടൻ അഞ്ജലിയെ കണ്ണുവെച്ച കാര്യം എല്ലാവർക്കും അറിയാം. അവളെ രക്ഷിച്ചത് പ്രതാപേട്ടനാണെന്ന് സംശയിക്കാനും സാധ്യതയുണ്ട്. ഞാനത് മുമ്പേ ഊഹിച്ചതാടാ. യമുനെ പറഞ്ഞേക്കാൻ ഏട്ടത്തി മുന്നിട്ടിറങ്ങുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. ആരെങ്കിലും ചോദിച്ചാ പ്രതാപേട്ടൻ എന്തു പറയും? കൂളായിട്ടും കേൾക്കും. വിവരം പറഞ്ഞ് ഞാൻ എന്റെ പിള്ളേരെ അങ്ങോട്ടങ്ങ് വിട്ടെന്ന്. എന്താ പോരെ? അങ്ങനൊന്നും കുലുങ്ങുന്നവനല്ലടാ ഈ പ്രതാപൻ. ആരാ എന്നോട് ഇത് ചോദിക്കാൻ വരുന്നത്? എന്നെ മാറ്റി നിർത്തി കൂടാലോനെ കുറിച്ച് പറയാൻ ഇവിടെ ആരും ധൈര്യപ്പെടില്ല. പിന്നെ പ്രതാപേട്ടൻ ഇതിൽ കൈയൊന്നും ഇല്ലല്ലോ. ഇല്ലടാ, അവളുടെ കാലം കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ കരുതിയത്. നിന്നോടായതുകൊണ്ട് മാത്രം ഞാൻ പറയാം, ഇനി അഞ്ജലിക്കെതിരെ ഞാനൊരു ചെറുവിരൽ പോലും ഉയർത്തില്ല. അവളെ കെട്ടിക്കൊണ്ട് വന്നവൻ കൈ ഒഴിഞ്ഞില്ലേ? അവക്ക് വേണ്ടി എന്റെ മുമ്പ് വരെ സുധിക്കിനി കഴിയുമോ? ഇല്ല. അവന്റെ നാവടപ്പിച്ച് കളയും ഞാൻ. അഞ്ജലിയെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ച് എന്റെ മുമ്പിൽ വരാൻ ആണും പെണ്ണും കെട്ട് അവനിനി മുട്ടുവിറയ്ക്കും. ഈ സംഭവം എല്ലാം കൊണ്ടും അനുകൂലമായത് ആർക്കാണെന്ന് നിനക്കറിയാമോടാ? ഈ പ്രതാപന്. ഇനിയുള്ള പ്രതാപന്റെ കളി നമ്പാട്ടുള്ളവര് കാണാനിരിക്കുന്നതേ ഉള്ളൂ.
ചെറിയമ്മ മാറിയേ, ഞാൻ സഹായിച്ചുതരാം. വേണ്ട വിഷ്ണു, ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി. വിദ്യ ചെറിയമ്മ മുത്തശ്ശി നല്ല ഉറക്കത്തില്ല. അയ്യോ, ഇവിടെ മോട്ടറല്ലേ ചെറിയമ്മേ? നല്ല ആഴമുണ്ടല്ലോ കിണറിന്. അത് കേടായിട്ട് നന്നാക്കിയില്ല. കറണ്ട് ചാർജ് ലാഭിക്കാമല്ലോ. മാടിനെ പോലെ പണിയാൻ ആളുണ്ടെങ്കിൽ എന്തിനാ പണം വേസ്റ്റ് ആക്കുന്നേ അല്ലേ? പിന്നെ അത് അമ്മയോട് ചോദിച്ചില്ലേ? ചോദിക്കുക മാത്രമല്ല, മുത്തശ്ശിയുടെ വിശ്വാസം നേടുകയും ചെയ്തു. ഞാനെല്ലാം കേട്ടു. മുത്തശ്ശി പറഞ്ഞ കാരണം ശരിയാണ്. കുഞ്ഞിന്റെ കാര്യേ ഞാൻ എങ്ങനെ അതൊക്കെ വിഷ്ണുവിനോട് പറയുന്നേ? അതിൽ സത്യമുണ്ടോ? 2-3 കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു. സ്ത്രീധന ബാക്കി 5 ലക്ഷവും 25 പവനും കിട്ടിയിട്ട് ഞാൻ അമ്മയായ മതിയെന്ന കൽപ്പന. വിദ്യ ചെറിയമ്മ സ്ത്രീധനം കൊടുത്തിട്ടാണോ വന്നത്? 10 ലക്ഷവും 25 പവനും എന്നാ കേൾക്കുന്നേ. അപ്പൊ സുഗുണൻ ചെറിയച്ഛൻ കല്യാണ തട്ടിപ്പ് വീരനാണല്ലേ? ചെറിയച്ഛനെ കുറിച്ച് മോൻ അങ്ങനെയൊന്നും പറയരുത്. എന്റെ ചെറിയച്ഛനെ കുറിച്ചാണോ അശ്വതി ചെറിയമ്മയുടെ ഭർത്താവിനെ കുറിച്ചാണോ പറയാൻ പാടില്ലാത്തത്? അച്ഛൻ പറഞ്ഞു തന്ന ബന്ധം മാത്രമേ എനിക്ക് അവരോടുള്ളൂ. പക്ഷെ ചെറിയമ്മയായിട്ടുള്ള ബന്ധം അങ്ങനെയല്ല. എൻ്റെ അമ്മയുടെ പ്രായമില്ലെങ്കിലും മനസ്സുകൊണ്ട് ചെറിയമ്മ ഞാൻ എൻ്റെ അമ്മയെ കണ്ടു കഴിഞ്ഞു. ഈ നരകത്തിൽ നിന്ന് ചെറിയമ്മ ഞാൻ രക്ഷിക്കും. അതൊരു മകന്റെ കടമയാണ്. ഒന്നും വേണ്ട മോനെ, നീ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. ബന്ധുക്കളുടെ ആവശ്യമൊക്കെ ഇനി വിഷ്ണുവിനാ. എന്നെ ചൊല്ലി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ചെറിയമ്മ എന്താ കരുതിയേ? ഞാൻ മുത്തശ്ശിയുടെ വാക്കും കേട്ട് മിണ്ടാതിരിക്കുന്നു. പോലീസുകാരൻ സുഗുണൻ സാറിന് ഒരു ചിമിട്ടം പണി കൊടുത്തിട്ടാ ഞാൻ വരുന്നത്. എന്ത് പണി? യൂണിഫോം മടക്കി പെട്ടിയിൽ വെക്കുന്ന പണി. ഈശ്വരാ, റൂറൽ എസ് പിക്ക് ഒരു പരാതി അയക്കാനാണ് ഞാൻ രാവിലെ പോയത്. സുഗുണൻ എന്ന് പറയുന്ന പോലീസുകാരൻ ആദ്യ ഭാര്യ വീട്ടിലിരിക്കെ രണ്ടാമതൊരുത്തിയെ വിവാഹം ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ആ സ്ത്രീയിൽ സുഗുണൻ സാറിന് ഒരു കുഞ്ഞ് ജനിക്കാനും പോകുന്നു. പോരെ ചെറിയമ്മേ, തൊപ്പി എപ്പ തെറിച്ചെന്ന് ചോദിച്ചാൽ മതി. ഇനി ഈ ജന്മം പവിത്രമായ തൊപ്പി സുഗുണൻ സാറിന്റെ തലയിൽ കയറുകയില്ല. സുഗുണൻ ചെറിയച്ഛൻ ഡിസ്മിസ്ഡ്. വിഷ്ണു ചെയ്തത് തികഞ്ഞ അവിവേകമായി പോയി. ആരുടെയൊക്കെ കാല് പിടിച്ചിട്ടാണെന്നോ സുഗുണയുടെ സർവീസിൽ കയറിയത്? ഇവരെ പോലുള്ളവരൊക്കെ ഡിപ്പാർട്ട്മെന്റിന് കളങ്കമാ ചെറിയമ്മേ. പുഴുക്കുത്തുകളൊക്കെ പുറത്തു പോണം. ചെറിയമ്മയ്ക്ക് കരയാനൊരു വിഷയമായി. പരാതി അയച്ചത് വിഷ്ണു ആണെന്ന് അറിയില്ലേ? ഞാനത്ര മണ്ടനാണോ? വിഷ്ണു എന്താണെന്ന് ചെറിയമ്മ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ ശൗര്യമൊക്കെ അടങ്ങിയോ? ശ്രുതി വിളിച്ചപ്പോ നീ തുള്ളിച്ചാടിപ്പോയത് എന്തിനാണെന്ന് എനിക്കറിയാം. ഒരു പകലും ഒരു രാത്രിയും കോവളത്തൊരു റിസോർട്ടിൽ അവന്റെ കൂടെ ഹണിമൂൺ ആഘോഷിക്കാൻ. ഒടുവിൽ എന്തായി? ആ രാത്രി തന്നെ വാരിക്കെട്ടി തിരിച്ചു വന്നു. ഒടുവിൽ നീ നിന്റെ തടവറയിലുമായി. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, നിന്റെ ജീവിതചക്രം ഇവിടെ പൂർത്തിയാവില്ലെന്ന്. ഏത് നിമിഷവും നീ കൊല്ലപ്പെടും. ഒരിക്കലും ഒരാൾ നിന്റെ മുറിയിൽ കയറി വന്നിട്ട് നിനക്കത് മനസ്സിലായില്ല.